ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുപമ രമണിയെ കൊണ്ട് സത്യം പറയിപ്പിക്കുകയാണ്. ആദ്യമൊക്കെ രമണി ഒഴിഞ്ഞു മാറിയെങ്കിലും കൂടിയിട്ട് പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞതോടുകൂടി രമണി ആകെ പേടിച്ചു പോവുകയാണ്. അപ്പോൾ രമണി പറയുകയാണ്, എന്നെ പോലീസിനെ ഒന്നും ഏൽപ്പിക്കണ്ട. എന്നെ രണ്ട് സ്ത്രീകൾ വന്നിട്ടാണ് എന്നോട് ഇക്കാര്യം ഇങ്ങനെ ഒരു നുണ നിങ്ങളോട് വന്ന് പറയാൻ പറഞ്ഞത്. അതിനുവേണ്ടി എനിക്ക് പ്രതിഫലം 5000 രൂപയും തന്നു. ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ കരിക്ക് വെട്ടിയാൽ പോലും എനിക്ക് 500 രൂപയാണ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒറ്റ 5000 രൂപ കിട്ടുമെന്ന് കേട്ടപ്പോൾ ഞാൻ അതിന് പുറപ്പെട്ടത് എന്ന് പറയട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും അവരെ കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് അനുപമ ചോദിക്കുമ്പോൾ എനിക്ക് ഇനിയും അവരെ കണ്ടാൽ തിരിച്ചറിയും എന്ന് പറയാം കേട്ടോ. അപ്പോൾ അരമണിയുടെ കൈയും പിടിച്ച് അനുപമ നേരെ സുശീല നിൽക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഭാനുമ്മ കാറിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. എന്നിട്ട് സുശീലയെ ചോദിക്കുന്ന സമയത്ത് സുശീല പെട്ടെന്ന് അവിടെ നിന്ന് പോയി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ അപ്പം തന്നെ സുശീലയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ സുശീല ഓട്ടോയിൽ കയറിയിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്താ അമ്മ ആരോടും പറയാതെ പോയത് എന്ന് ചോദിക്കും. അതോ ഞാൻ അവിടെ നിന്നത് നിങ്ങൾ കരിക്ക് കുടിക്കാൻ വേണ്ടി പോയതല്ലേ, എനിക്ക് അവിടെ കുറേ നേരം നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനൊരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോന്നു എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. അതോടുകൂടി അനുപമയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. രമണിയെ കണ്ട സമയത്ത് സുശീല ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ അനുപമ വീണ്ടും ചോദിക്കുകയാണ്, എങ്കിൽ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അനുപമയുടെ കയ്യിലുള്ള ഫോണിൽ നിന്നും ഹർഷയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഇവരാണോ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്നങ്ങ് ചോദിച്ചപ്പോൾ രമണി ആ ഫോട്ടോ നോക്കിയിട്ട് അതെ, ഇവർ കൂടി ഉണ്ടായിരുന്നു. 2 സ്ത്രീകളായിരുന്നു. അതിൽ ഇവരാണ് എന്നോട് ഇക്കാര്യമൊക്കെ ചെയ്യാൻ പറഞ്ഞതും എനിക്ക് പൈസ തന്നതും ഒക്കെ ഇവരാണ് എന്ന് പറയാണ്. അത് കേട്ടതോടുകൂടി കൂടി നിൽക്കുന്നവർക്കെല്ലാവർക്കും സത്യം മനസ്സിലാവുകയാണ്. സോനയ്ക്കും ഷാമിനും ഭാനു അമ്മയ്ക്കും സത്യനും ഇന്ദ്രനും കാര്യം മനസ്സിലാവുകയാണ്. അപ്പോൾ അനുപമ ചോദിക്കുകയാണ്, വീണ്ടും നിങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ മാറ്റി പറയരുത് എന്ന് പറയുമ്പോൾ ഇല്ല, എന്നെ സ്റ്റേഷനിലൊന്നും കയറ്റാതിരുന്നാൽ മതി, ഞാൻ ഉണ്ടായ കാര്യമൊക്കെ പറഞ്ഞോളാം എന്നും പറഞ്ഞ് രമണി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ അങ്ങ് പരിഭ്രമിച്ചു പോവുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടി വീട്ടിലേക്ക് കാറിൽ കയറി പോവുകയാണ്. പിന്നീട് വിനയനെ സ്റ്റേഷനിൽ നിന്നും ഇറക്കാൻ വേണ്ടി ദാസാറും രഘുവും കൂടി സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ പോലീസ് പറയാണ്, വിനയ, നിന്റെ ലാപ്ടോപ്പിലും ഫോണിലും ഒക്കെ സൈബർ സെല്ലുകാർ പരിശോധിച്ച സമയത്ത് നീ അതിൽ വീണ്ടും എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കിയതുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊന്നും തന്നെ ഞങ്ങൾക്ക് ഒരു തെളിവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത് എന്ന് പറയും. വിനയൻ അതൊരു ആശ്വാസമാവുകയാണ്. അപ്പോൾ വിനയൻ പറയണ, ഞാൻ പലതവണ അത് എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൈ വിറച്ചു. എനിക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ടാണ് സാറേ ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത്. പക്ഷേ അവരെന്നെ പിടിച്ചോണ്ട് പോവുകയായിരുന്നെങ്കിൽ അവരെന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിക്കുമായിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നെ രഘുവേട്ടൻ തന്നെയാണ് എന്ന് പറയട്ടോ. അങ്ങനെ വിനയൻ തെറ്റുകാരനല്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ രഘുവിൻ്റെയും ദാസാറിൻ്റെയും ജാമ്യത്തിൽ വിനയനെ വെറുതെ വിടുകയാണ് കേട്ടോ. എന്നിട്ട് വിനയ, ഇനി നീ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ദാസാറിനെയും രഘുവിനെയും ബാധിക്കുമെന്ന് പറയുമ്പോൾ വിനയൻ പറയണം, ഞാൻ ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടു കൂടി ജീവിക്കണം എന്ന് വിനയൻ പറയുകയാണ്. അങ്ങനെ വിനയൻ്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് രഘുവിനും ദാസാറിനും വിനയയിലുണ്ടാകുന്ന ആ മാറ്റം മനസ്സിലാവുകയാണ്. എന്നിട്ട് വിനയനുമായിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വിനയനെ കാണുന്ന സമയത്ത് ലതികയ്ക്കും അമ്മാവനും ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ ലതിക ദാസാറിനോടും രഘുവിനോടും നന്ദിയൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇനിയെങ്കിലും വിനയ, നീ നല്ലതുപോലെ ജീവിക്കാൻ നോക്കണമെന്ന് പറയുമ്പോൾ ഇനി എൻ്റെ ഭാഗത്ത് നിന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് വാക്ക് കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് രഘുവിനും ദാസിനും ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, ഇനിയെങ്കിലും വിനയ, നീ നല്ലതുപോലെ ജീവിച്ചാൽ നിനക്ക് നിന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരികെ കിട്ടുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ വിനയം പറയാണ്, ഇല്ല, ഇനി ഞാൻ എൻ്റെ പഴയ സ്വഭാവം ഒന്നും തന്നെ എടുക്കില്ല. കാരണം എനിക്ക് ഇനി അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായാൽ എനിക്ക് എൻ്റെ അമ്മയെ പോലും നഷ്ടപ്പെടുമെന്നുള്ളത് കാര്യം എനിക്ക് ഉറപ്പാണ് എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രഘുവിനും ദാസിനും ഒരുപാട് ആശ്വാസമാവുകയാണ്. അപ്പോൾ രഘു പറയുന്നുണ്ട്, നിന്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് നിന്നെ ഞങ്ങൾ സഹായിച്ചത് തന്നെ എന്ന് പറഞ്ഞ് രഘുവും ദാസും അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് മാഷിനെ കാണാൻ വേണ്ടിയിട്ട് കല്യാശ്ശേരി തറവാട്ടിൽ നിന്നും തമ്പായി വരികയാണ്. അപ്പോൾ തമ്പായിയെ മനസ്സിലാവാത്തത് കൊണ്ട് ചീരുവും അമ്പിളിയും ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കല്യാശ്ശേരിയിൽ നിന്നും വരികയാണ്, എൻ്റെ പേര് തമ്പായി എന്ന് പറയുന്ന സമയത്ത് ചീരുവും അമ്പിളിയും ഒന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ചീരു ഇങ്ങനെ ആലോചിക്കുകയാണ്. മുത്തശ്ശിയും കുഞ്ഞമ്മയും പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അവനെ ഒന്ന് സൂക്ഷിക്കണം, അവൻ മന്ത്രവും കുതന്ത്രവും അറിയുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കരുതിയിരിക്കണം എന്ന് പറഞ്ഞ വാക്ക് ഇങ്ങനെ ചീരു ഓർക്കുകയാണ്. എന്നിട്ട് അമ്പിളി ചോദിക്കുകയാണ്, എന്നാൽ അകത്തേക്ക് കയറിയിരിക്കൂ എന്ന് പറയുമ്പോൾ അകത്ത് കയറാനൊന്നും ഇപ്പോൾ സമയം
സംശയവുമില്ല. നിന്റെ അച്ഛൻ എവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ മാഷ് അകത്ത് നിന്നും വരികയാണ്. അപ്പോൾ എന്താണ് പുറത്ത് നിൽക്കുന്നത്, അകത്തേക്ക് വരൂ എന്ന് പറയുമ്പോൾ അകത്ത് കയറാനൊന്നും സമയമായിട്ടില്ല. ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് നാളെ അവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കുടുംബസമേതം ആ വീട്ടിലെത്തണം, കല്യാശ്ശേരി തറവാട്ടിലെത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. എന്നോട് തന്നെ ഇക്കാര്യം വന്ന് പറയാൻ പാർവതി വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നാളെ രാഹുകാലത്തിന് മുന്നേ വീട്ടിൽ നിന്നും ഇറങ്ങണം, എന്നിട്ട് അവിടെ എത്തണം എന്ന് പറഞ്ഞു. ഒരു ഭീഷണി സ്വരത്തിലാണ് തമ്പായി അവരോട് സംസാരിക്കുന്നത്. അങ്ങനെ തമ്പായി കാറിൽ കയറുന്ന സമയത്തൊക്കെ മാഷിനെയും ചീരുവിനെയും അമ്പിളിയെയും ഒന്ന് തുറിച്ചു നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ തമ്പായിയുടെ ആ പെരുമാറ്റം കാണുന്ന സമയത്ത് മാഷിന് ചെറിയ സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. ഇയാൾ ആളൊരു പെശകാണെന്നുള്ള കാര്യം മാഷ് അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് സുശീലയുടെ വീട്ടിലേക്ക് ഇന്ദ്രനും അനുവും സോനയും സത്യനും ശ്യാമും ഭാനുവുമൊക്കെ എത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രനൊക്കെ പറയുകയാണ്, അമ്മ ഇപ്പോൾ ഇവിടെയുണ്ട്, എല്ലാവരും ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു സംസാരം വേണ്ട, അമ്മയോട് ഒന്നും ചോദ്യം ചെയ്യാനൊന്നും പോവണ്ട എന്ന് പറയാണ്. അപ്പോൾ ഭാനുമ്മയും പറയുന്നുണ്ട്, നമ്മളെല്ലാവരും എല്ലാ കാര്യവും അറിഞ്ഞു, പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഒന്നും ചോദിക്കേണ്ട എന്ന് അനുവിനോട് പറയട്ടോ. അപ്പോൾ അനു പറയുകയാണ്, എനിക്ക് ആരോടും അതിന് ഒന്നും ചോദിക്കണമെന്ന് ഒരു താല്പര്യവുമില്ല. എൻ്റെ മനസ്സിലേക്ക് ഇന്ദ്രേട്ടനുടെ മുന്നിൽ ഒരു സംശയമുണ്ടായിരുന്നു, അത് തെളിഞ്ഞു. അത് മാത്രമാണ് എനിക്ക് കണ്ടെത്താനുണ്ടായിരുന്നത്. ഇനി എനിക്ക് കണ്ടെത്തേണ്ടത് എന്തിനാണ് ഹർഷ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളതാണ്. അതിൻ്റെ സത്യാവസ്ഥ കൂടി എനിക്ക് കണ്ടെത്തണം എന്ന് പറയുന്ന സമയത്ത് ഇന്ദ്രൻ അങ്ങ് പരിങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇന്ദ്രന് നല്ല പരിഭ്രമം വരുന്നുണ്ട് അനുവിൻ്റെ ഓരോ സംസാരവും കേൾക്കുമ്പോൾ. അങ്ങനെ ഭാനുവമ്മയ്ക്ക് പറയാണ്, തൽക്കാലം ഇപ്പോൾ സുശീലയോട് ഒന്നും ചോദിക്കേണ്ട, ഇതിൻ്റെ പേരിൽ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ആരും തന്നെ സുശീലയോട് ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. ആ സമയത്ത് സോന പറയുന്നുണ്ട്, ഇങ്ങനെ ചോദിക്കാതിരുന്നാലൊന്നും കാര്യം ശരിയാവില്ല. അമ്മ അപ്പോൾ അമ്മയുടെ ഭാഗത്ത് തെറ്റില്ല എന്നങ്ങ് വിശ്വസിച്ച് നടക്കും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചോദിക്കണം, ചോദിക്കാതിരിക്കരുത്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അമ്മയ്ക്ക് തോന്നരുതല്ലോ. അതുകൊണ്ട് ആര് ചോദിച്ചില്ലെങ്കിലും ഇന്ദ്രേട്ടൻ അമ്മയോട് ഇക്കാര്യം സംസാരിക്കണം എന്ന് സോന പറയാണ്. അപ്പോൾ ശ്യാമ പറയാണ്, അത് സോന പറഞ്ഞത് ശരിയാണ്. ഈ ആരുമില്ലാത്ത സമയം നോക്കി ഇന്ദ്രേട്ടൻ അമ്മയോട് സംസാരിക്കണം, സുശീല ആൻറ്റിയോട് സംസാരിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഭാനു അമ്മ സുശീല കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ആ സമയത്ത് അഭിനയിച്ചുകൊണ്ട് സുശീല അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഭാനുമ്മ ചോദിക്കുക, എന്താ സുശീല, നിനക്ക് സുഖമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് എൻ്റെ സത്യൻ്റെ കല്യാണം വല്ല മുടക്കവും വരുമോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ടെൻഷൻ ആയതുകൊണ്ട് പോകുന്നതാണ് എന്ന് പറയുമ്പോൾ ഭാനുമ്മ ചോദിക്കുകയാണ്, അതുകൊണ്ട് തന്നെയാണോ പോകുന്നത്, അല്ലാതെ പിന്നെ എന്നങ്ങ് പറഞ്ഞിട്ട് കിടക്കുന്ന സുശീല അങ്ങ് എണീറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് ഇന്ദ്രൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്ദ്രൻ പറയാണ് ഭാനുമ്മയോട്, ഒന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഭാനുമ്മ അത് ചോദിക്കാൻ നിൽക്കുന്നത്, എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു തലവേദന ഇന്ദ്ര എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ, എന്ന മരുന്ന് എവിടെ, ഞാൻ പുരട്ടിത്തരാം എന്ന് പറഞ്ഞ് ബാമെടുത്ത് സുശീലയുടെ തലയിൽ പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഭാനുമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ്, അമ്മ കിടന്ന സമയത്ത്, അമ്മയെ പിടിക്കപ്പെട്ട സമയത്ത് ഇന്ദ്രനാണല്ലോ ഏറ്റവും കൂടുതൽ പരിഭ്രമം. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും അനുപമ പുറത്താവുക തന്നെ ചെയ്യുമെന്നൊക്കെ ഭാനുമ്മ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇന്ദ്രൻ്റെ സുശീലയോടുള്ള പെരുമാറ്റമൊക്കെ കാണുന്ന സമയത്ത് ഭാനുമ്മയ്ക്ക് ഇന്ദ്രൻ്റെ കള്ളത്തരമൊക്കെ മനസ്സിലാവുകയാണ്. അപ്പോൾ സുശീല പറയാണ്, എല്ലാ പ്രശ്നങ്ങളൊന്നും മാറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഭാനുമ്മ പറയാണ്, സുശീലെ ഒരു പ്രശ്നം തീർന്നു, ഇന്ദ്രൻ്റെ പേരിൽ അനുപമയ്ക്ക് ഉണ്ടായിരുന്ന സംശയം ഇന്നത്തോടു കൂടി തീർന്നു എന്നങ്ങ് പറഞ്ഞതോടുകൂടി സുശീല ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഭാനുമ്മയെയും ഇന്ദ്രനെയും സുശീല ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ സുശീലയുടെ അടുത്തേക്ക് അനുപമ വരികയാണ് കേട്ടോ. വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് സുശീല അനുപമയെ മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. അനുപമയെ കാണുന്ന സമയത്ത് സുശീല ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ അനുപമയോട് സംസാരിക്കുന്നത്. എന്നിട്ട് അനുപമ പറയുകയാണ്, ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോവുകയാണ്, ഞങ്ങൾ നാളെ എല്ലാവരും കൂടി കല്യാശ്ശേരി തറവാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ സുശീല പിന്നെ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുശീല ചോദിക്കുകയാണ്, സച്ചി സാർ പറഞ്ഞിരുന്നു സച്ചി സാറിൻ്റെ 25 ലക്ഷം രൂപ കടമുണ്ടായിരുന്നത് മാഷ് കൊടുത്തു എന്ന്, അതെങ്ങനെ നിങ്ങൾക്ക് കല്യാശ്ശേരി തറവാട്ടിൽ നിന്ന് ഒരു ഭാഗം കിട്ടിയതാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഒരു ഭാഗം ഒന്നും ചെയ്തിട്ടില്ല, സച്ചി സാറിൻ്റെ കടം വീട്ടിയത് ആ പൈസ കൊണ്ടല്ല, ഇതുവരെ കല്യാശ്ശേരി തറവാട്ടിൽ നിന്നും ആദായത്തിൽ നിന്നും കിട്ടിയ 1 കോടി രൂപ കൊണ്ടാണ്, അതിൽ നിന്നുമാണ് ആ പൈസ കൊടുത്തത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി സുശീല ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ആദായത്തിൽ നിന്നും 1 കോടി രൂപയാണോ കിട്ടിയത് എന്നുള്ള ആ ഒരു ആകാംക്ഷ വരികയാണ്. അപ്പോൾ തറവാട് ഇതുവരെയും ഭാഗം വെച്ചിട്ടില്ല എന്നത് കേട്ടതോടുകൂടി അനു നല്ല ഒരു കോടീശ്വരി തന്നെയാണ് ആവാൻ പോകുന്നത്.
അനുപമയെ ഇനി കൈവിട്ട് കളയുന്നത് ഇനി ശരിയാവില്ലല്ലോ എന്നുള്ള ഭാവത്തോടു കൂടിയിട്ടാണോ അനുപമയെ നോക്കുന്നത്. എന്നിട്ട് 1 കോടി രൂപ എന്ന് കേട്ടതോടു കൂടി സുശീലയുടെ കണ്ണൊക്കെ മഞ്ഞളിച്ചു പോകുന്നുണ്ട്. പിന്നീട് ശബരിയുടെ വീട്ടിൽ 5 ലക്ഷം രൂപ ദയ കൊണ്ടുപോയതിനെ കുറിച്ച് ശബരി എണ്ണി നോക്കുകയാണ്. ആ സമയത്ത് 5 ലക്ഷം രൂപ തികച്ചുണ്ടാവില്ല കേട്ടോ, അതിൽ പൈസയുടെ കുറവുണ്ടാവും. അപ്പോഴത്തേക്കും അവിടേക്ക് ശബരിയുടെ അച്ഛനും അനിതയൊക്കെ വിടുകയാണ് കേട്ടോ. എന്നിട്ട് ഇക്കാര്യം ശബരി പറയുകയാണ്, പൈസ 5 ലക്ഷം രൂപ അതിലില്ല എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അത് എവിടെ പോയി, എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ അച്ഛൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് രാമനാഥൻ, എനിക്ക് നല്ല സംശയമുള്ളത് ധനനെ തന്നെയാണ്. ധനൻ ആ പൈസ തന്ന സമയത്ത് ഞാൻ അത് എണ്ണി നോക്കിയില്ല, അതിൽ 5 ലക്ഷം രൂപ ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് അനിതയെ ഏൽപ്പിച്ച് അത് റൂമിൽ കൊണ്ടുവച്ചത് തന്നെ. അപ്പോൾ ഈ പൈസ കുറവായതിൻ്റെ പിന്നിൽ ധനൻ തന്നെയായിരിക്കും. ഞാൻ ധനനെ ഒന്ന് ചോദ്യം ചെയ്താൽ ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ തന്നെ പുറത്തു കൊണ്ടുവരാം എന്ന് രാമനാഥൻ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് ശബരി പറയണ, വേണ്ട അച്ഛ, ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട. എനിക്ക് ധനേട്ടനെ മാത്രമല്ല സംശയമുള്ളത്, ദയയെ കൂടി സംശയമുണ്ട്. ദയയല്ലേ ഈ വീട്ടിൽ നിന്നും ആ പൈസ കൊണ്ടുപോയത്. അപ്പോൾ ദയ ഇതിൽ നിന്നും പൈസ എടുത്തിട്ടുണ്ടാകുമോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ആദ്യം അറിയട്ടെ, എന്നിട്ട് മതി ധനേട്ടനെ ചോദ്യം ചെയ്യല് എന്ന് ശബരി രാമനാഥനോട് പറയുകയാണ്. അപ്പോൾ അനിത പറയുന്നുണ്ട്, ദയ ഒരിക്കലും അതിൽ നിന്നും പൈസ എടുക്കില്ല, എനിക്ക് ഉറപ്പുണ്ട് ഇത് ധനേട്ടൻ തന്നെ ആയിരിക്കുമെന്ന് അനിത വീണ്ടും സംശയം പറയുകയാണ്.